Good morning to all. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് മോർ യൂസ്ഫുൾ when there are two or more service departments. Under this method, the cost of first service department is apportioned to other service departments only at a given percentage. Then the cost of second service department is apportioned back to the first service department. This process is repeated till the amount for apportionment becomes nil or negligible. നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ ലാസ്റ്റ് മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ രണ്ടോ അതിലധികമോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്ന കേസിലാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓവർഹെഡ്സിനെ ഫസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നു. അപ്പോർഷൻ ചെയ്യുമ്പം അവിടെ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേഴ്സൻറ്റേജ് തരും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇത്ര പേഴ്സൻറ്റേജ് വെച്ചാൽ കൊടുക്കേണ്ടതെന്ന് അവരുടെ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഗിവൺ പേഴ്സൻറ്റേജ് തരും. ആ പേഴ്സൻറ്റേജിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം, മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം അപ്പോർഷൻ ചെയ്യണം. ദെൻ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോർഷൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ മറ്റേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യണം. അങ്ങനെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്ന സമയത്ത് ആ രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഓവർഹെഡ്സ് പ്ലസ് ഈ ആദ്യത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോർഷൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഓവർഹെഡ്സ് കൂടെ കൂട്ടിയുള്ള ഓവർഹെഡ്സ് കൂട്ടിയിട്ട് വേണം അപ്പോർഷൻ ചെയ്യാൻ. അങ്ങനെ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്ത് 0 ആവുന്നോടം വരെ ഇവർ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ അത് ഏകദേശം അതുപോലെ തന്നെയാണ്. അവരുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സ് 0 ആവുന്നോടം വരെ അവരുടെ ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ അപ്പോർഷൻ ചെയ്യുന്ന ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സിനെല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ അപ്പോർഷൻ ചെയ്യുന്നു. അപ്പം ഈ മെത്തേഡിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഇത്രയും തിയറി ഓർത്തിരുന്നാൽ മതി. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ്. അബ്സോർപ്ഷൻ എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് നോക്കാം. ആഫ്റ്റർ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. The overheads allocated and apportioned to various production departments will have to be distributed over the units produced or jobs undertaken in each department. This process is known as absorption of overheads. According to ICMA, overheads absorption means the allotment of overheads to cost units. It is the charging of overheads to the individual products or units. This absorption of overheads refers to the process of apportionment of overheads to a cost center to its cost units. നമ്മൾ സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ്സ് അക്കൗണ്ടിങ് അല്ലേ, സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ്സ് അക്കൗണ്ടിങ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്സ് ആണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. 5 സ്റ്റെപ്സ് ആയിരുന്നുള്ളത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്, രണ്ടാമത്തെ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്, third one allocation and apportionment of overheads, fourth one re-apportionment of overheads, അതിൽ fifth one ലാസ്റ്റ് വൺ ആണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. എന്ന് വെച്ചാൽ അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റെപ്സ് ആണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. ഈ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സിൽ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ്സ് എന്ന് വെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഓവർഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഓരോ പ്രോഡക്റ്റിലേക്കും അല്ലെങ്കിൽ ഓരോ ജോബിലേക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോ പ്രോഡക്റ്റിലേക്ക് ഓവർഹെഡ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് പറയുന്നത്. അതാണ് ഇവിടെ ICMA ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓവർഹെഡ് അബ്സോർപ്ഷൻ മീൻസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു കോസ്റ്റ് യൂണിറ്റ്സ്. ഓരോ കോസ്റ്റ് യൂണിറ്റിലേക്കും ഓവർഹെഡ്സിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് അല്ലേ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്, ഓവർഹെഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്സ്. ഓരോ പ്രോഡക്റ്റിലേക്കും അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് യൂണിറ്റിലേക്കും അല്ലെങ്കിൽ ഓരോ ജോബ്സിലേക്കും ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ചാർജ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഓവർഹെഡ്സ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. കാരണം ഒരു
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഒത്തിരി യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോ യൂണിറ്റ്സിലേക്കും ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിന് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് പറയുന്നത്. ദെൻ നമുക്ക് അതിനകത്ത് പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇത് ഓർത്തിരിക്കുക, അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഉള്ളത് ഒരു റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കമ്പനി ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഈസ് ആസ് ഫോളോസ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ rupees 7,810. Production department B rupees 12,543. Then production department C 4,547. Then service department P 4,000. Q 2,600. Then expenses of service department P and Q are apportioned as follows. Department P A 30%, B 40%, C 20%, Q 10%. Department Q A 10%, B 20%, C 50%, P 20%. Then estimated working hours of production are as under. Department A 1000 hours, Department B 2500 hours, Department C 1400 hours. You are required to work out the production hour rate of a recovery of overheads in production department under the repeated distribution method. ഇവിടെ നമ്മളോട് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമാണ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ അതേപോലെ തന്നെയാണ് ഉള്ളത്. ഇവിടെ മൂന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്, എ ബി സി. അത് 2 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്, പി ക്യു എന്ന് പറയുന്ന 2 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള അവരുടെ ഓവർഹെഡ്സ്, ടോട്ടൽ ഓവർഹെഡ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയും ക്യൂവും അവർ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവരുടെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പിന്നെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3 എ ബി സി എന്ന് പറയുന്ന 3 ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ഇവിടെ പിന്നെ പറയുന്നത് കണ്ടുപിടിക്കാൻ യു ആർ റിക്വയർഡ് ടു വർക്ക് ഔട്ട് പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറി ഓഫ് ഓവർഹെഡ്സ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറി ഓഫ് ഓവർഹെഡ്സ് അല്ലേ, പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറി ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ടോട്ടൽ ഓവർഹെഡ്സ് ഓരോ എ ബി സി എന്ന് പറയുന്ന 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ടോട്ടൽ ഓവർഹെഡ്സ് കിട്ടും. ആ ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും. ടോട്ടൽ ഓവർഹെഡ്സ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ ഇതുപോലെ കോളം വരയ്ക്കണം. ഐറ്റംസ് കോളം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ക്യു. നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഓവർഹെഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക ഓവർഹെഡ്സ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതുക. ക്വസ്റ്റിന് തന്നിരിക്കുന്ന എയുടെ 7810, ബിയുടെ 12543, സിക്ക് 4547, ദെൻ പി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിക്ക് 4000, ദെൻ ക്യൂവിന് 2600. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 ആണുള്ളത്, പിയും ക്യൂവും ആണുള്ളത്. പിയുടെയും ക്യൂവിൻ്റെയും ഓവർഹെഡ്സ് ആണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ആദ്യം പിയുടെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യാം. അപ്പോൾ അപ്പോർഷൻ ചെയ്യുന്നത് പിയുടെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്നത് നമ്മളിവിടെ എഴുതുക, ഡിപ്പാർട്ട്മെൻറ്റ് പി എന്ന് പറഞ്ഞ് എഴുതുക. പിയുടെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. എയ്ക്ക് 30%, ബിക്ക് 40%, സിക്ക് 20%, അതുപോലെ തന്നെ ക്യൂവിന് കൊടുക്കുന്ന 10%. അപ്പോൾ ഈ 4000 വീതിച്ച് കൊടുക്കണം. 4000 ഈ തന്നിരിക്കുന്ന ബേസിസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ 4000 എത്രയാണ്, 30%, 1200 എയ്ക്ക് കൊടുത്തു. ദെൻ ഇവിടെ 4000 4000 40% ബിക്ക് കൊടുത്തു. ദെൻ 4000 20% സിക്ക് കൊടുത്തു, സിക്ക് കൊടുത്തു. ദെൻ 4000 10% ക്യൂവിന് കൊടുത്തു. ഈ രീതിയിൽ അപ്പോർഷൻ ചെയ്യണം. അപ്പം പിയുടെ ഇവിടെ നമ്മൾ -4000 എഴുതി, കാരണം ഈ 4000 മുഴുവൻ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ ഈ പിക്ക് ഒന്നുമില്ല, അപ്പം പിയുടെ ഓവർഹെഡ്സ് 0 ആകുന്നതിന് വേണ്ടി ഇവിടെ -4000 എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോർഷൻ ചെയ്തപ്പം പിയുടെ ഓവർഹെഡ്സ് മുഴുവൻ തീർന്നു, പകരം ക്യൂവിന് 400 കൂടെ വന്നല്ലേ.
നമ്മൾ ക്യൂവിൻ്റെ ഓവർഹെഡ്സ് ആണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ക്യൂവിൻ്റെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുമ്പോൾ ക്യൂവിന് നോക്കുക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം 2600 ഉണ്ട്. അതുപോലെ തന്നെ പിയുടെ 400 അപ്പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2600 പ്ലസ് 400 അപ്പം എത്രയാണ്, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3000 ഓവർഹെഡ്സ് ഉണ്ട്. 3000 രൂപയുടെ ഓവർഹെഡ്സ് ഉണ്ട് ക്യൂവിന്. ഈ 3000 രൂപയുടെ ഓവർഹെഡ്സ് ആണ് ക്യൂ എയ്ക്കും ബിക്കും സിക്കും പിക്കും അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത കോളത്തിൽ എഴുതേണ്ടത് എന്താ, ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിൻ്റെ ഓവർഹെഡ്സ് ആണ്. വീതിച്ച് കൊടുക്കേണ്ടത് എത്രയാണ്, 3000 അല്ലേ. 3000 രണ്ടും കൂടെ കൂട്ടുന്ന 3000 രൂപയുടെ ഓവർഹെഡ്സ് ആണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 3000 ആണ്. അപ്പോൾ നമ്മളിവിടെ അപ്പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ 0 ആകുന്നതിനുവേണ്ടി -3000 എന്ന് പറഞ്ഞ് കാണിക്കുക. then ഈ 3000ൻ്റെ നോക്കാം, 3000ൻ്റെ 10% എയ്ക്ക് കൊടുക്കുക അല്ലേ. ഇവിടെ നമ്മൾ ഇവരുടെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10%, 20%, 50%, 20% വന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ എടുത്തെഴുതുക. എന്നിട്ട് 3000ൻ്റെ 10% എയ്ക്ക് കൊടുക്കാം, 3000ൻ്റെ 20% ബിക്ക് കൊടുക്കാം, 3000ൻ്റെ 50% സിക്ക് കൊടുക്കാം, 3000ൻ്റെ 20% പിക്ക് കൊടുക്കുക. ആ രീതിയിൽ എഴുതുക. അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ ഓവർഹെഡ്സും 0 ആയി. ക്യൂവിൻ്റെ ഓവർഹെഡ്സ് 0 ആയി കഴിഞ്ഞപ്പം പിക്ക് വീണ്ടും ഓവർഹെഡ്സ് വന്നു. നേരത്തെ 0 ആയിരുന്നു അല്ലേ, 4000 - 4000 0 ആയിരുന്നു. വീണ്ടും ഒരു 600 കൂടെ വന്നു. ഇനി ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ ഓവർഹെഡ്സിന് അപ്പോർഷൻ ചെയ്യണം. പിയുടെ ഓവർഹെഡ്സ് നോക്കുക. പിയുടെ ഓവർഹെഡ്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ ഓവർഹെഡ്സ് ഓവർഹെഡ്സ് എത്രയായിരുന്നു, 600 അല്ലേ. 600 ആണ്. അപ്പോൾ 600 പിയുടെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യേണ്ട പെർസെൻറ്റേജ് 30, 40, 20, 10% അപ്പം ഇവിടെ എത്ര തന്നിരിക്കുന്നത്, 600ൻ്റെ എത്രയാണ്, 600ൻ്റെ 30% എയ്ക്ക്, 600ൻ്റെ 40% ബിക്ക്, 600ൻ്റെ 20% സിക്ക്, 600ൻ്റെ 10% ക്യൂവിന് ഈ രീതിയിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പം പിയുടെ 600 തീർന്നു, പകരം ക്യൂവിന് 60 വന്നല്ലേ. ഇനി 60 അപ്പോർഷൻ ചെയ്യുക. അപ്പോൾ ഇത് ക്യൂവിൻ്റെ ആണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ എന്ന് എഴുതുക. ക്യൂവിൻ്റെ പ്രൊപ്പോർഷൻ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ നോക്കി ക്യൂവിൻ്റെ പ്രൊപ്പോർഷൻ എഴുതി വെക്കുക. അപ്പോൾ അപ്പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ ക്യൂവിൻ്റെ 0 ആകുന്നതിനുവേണ്ടി -60 കൊടുക്കുക. പിന്നെ ഈ 60 ആണ്, ഈ 60 ആണ് വീതിച്ച് കൊടുക്കേണ്ടത്. 60ൻ്റെ 10% എയ്ക്ക്, 60ൻ്റെ 20% ബിക്ക്, 60ൻ്റെ 50% സിക്ക്, 60ൻ്റെ 20% പിക്ക് ഈ രീതിയിൽ അപ്പോർഷൻ ചെയ്യുക. അപ്പം ക്യൂവിൻ്റെ ഓവർഹെഡ്സ് 0 ആയി, പകരം പിക്ക് ഓവർഹെഡ്സ് വന്നു, 12 വന്നു. നമ്മൾ ഈ 12 അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ ഈ 12 അപ്പോർഷൻ ചെയ്യുമ്പം ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ ഓവർഹെഡ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി എന്ന് പറഞ്ഞ് എഴുതണം. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ ഓവർഹെഡ്സ് പ്രൊപ്പോർഷൻ 30%, 40%, 20%, 10% എന്നുള്ള രീതിയിലാണ്. ഇത് നമുക്ക് എത്ര അപ്പോർഷൻ ചെയ്യേണ്ടത്, 12 ആണ് അല്ലേ. 12ൻ്റെ 30% നോക്കുക. 12ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 3.6 ആണ്. നമ്മളത് 4 എന്ന് പറഞ്ഞ് എഴുതി അല്ലേ, നമ്മൾ റൗണ്ട് ചെയ്ത് 4 എന്ന് പറഞ്ഞ് എഴുതി. ഇതിനടുത്ത് നോക്കുക, 12ൻ്റെ എത്ര ശതമാനം, 12ൻ്റെ 40% നോക്കുക. 12ൻ്റെ 40% 4.8 ആണ്. 4.8ന് പകരം നമ്മൾ 5 എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്ത് എഴുതി. ഇതിനടുത്ത് നോക്കുക, 12ൻ്റെ 20% അല്ലേ. 12ൻ്റെ 20% എന്ന് പറയുന്നത് 2.4 ആണ്. അപ്പോൾ 2.4 നമ്മളിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ 2.4 3 എന്ന് പറഞ്ഞ് എഴുതുക. അപ്പം നോക്കിയേ, ഇവിടെ നോക്കാം, 4ഉം 5ഉം 9, 9, 3, 12 ആയി അല്ലേ. അപ്പോൾ നമ്മളിവിടെ 12 കൊണ്ട് തീർന്നു. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിന് അപ്പോർഷൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കൊണ്ട് ലാസ്റ്റ് ഫിഗർ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്ന രീതിയിൽ എഴുതുക. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ എത്രയാണ് 2.4 എന്ന് എഴുതി ബാക്കി 0.6 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് വീണ്ടും ആ 0.6 നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ലാസ്റ്റത്തെ ഫിഗർ എന്ന് വെച്ചാൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിഗർ ഏറ്റവും സ്മോളസ്റ്റ് ആകുന്നത് വരെ അല്ലെങ്കിൽ 0 ആകുന്നത് വരെ നമ്മളിങ്ങനെ അപ്പോർഷൻ ചെയ്ത് എഴുതുക. അപ്പോർഷൻ ചെയ്യുമ്പം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ എഴുതുക. എന്ന് വെച്ചാൽ 12ൻ്റെ എത്രയാണ് 30% എയ്ക്ക് കൊടുക്കുക. അപ്പം 3.6 എന്നുള്ളത് 4 കൊടുക്കുക. ദെൻ 12ൻ്റെ 40% എന്ന് പറയുന്നത് 4.8 ആണ്, അത് നമ്മൾ 5 എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ 12ൻ്റെ 20% എന്ന് പറയുന്നത് 2.4 ആണ്, 3 എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ കൂട്ടി നോക്കുക, 5, 4, 9, 3, 12. അപ്പം ഇത് ഇവിടുത്തെ എത്രയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് അതിന് കറക്റ്റായിട്ടുള്ള ഫിഗർ വേണം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോർഷൻ ചെയ്യാൻ. ഇത് നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്നുമില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. അപ്പോർഷൻ ഇതിനെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പം എ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന 9500 ആണ്, ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ 15000 ആണ്, സി ഡിപ്പാർട്ട്മെൻറ്റ് 7000 ആണ്. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിക്കും ക്യൂവിനും 0 ആണ്. ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താ, പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറി അല്ലേ. പ്രൊഡക്ഷൻ
അവർ റേറ്റ് ഓഫ് റിക്കവറി എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലേ. പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ വർക്കിംഗ് അവേഴ്സ് ആണ്. ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ വർക്കിംഗ് അവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ട ഐറ്റം വർക്കിംഗ് അവേഴ്സ് ആണ്. വർക്കിംഗ് അവേഴ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ബിയുടെയും സിയുടെയും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എയുടെ 1000 ആണ്, ബിയുടെ 2500 ആണ്, സിയുടെ 1400 ആണ്. അപ്പോൾ അത് അതുപോലെ എഴുതുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ എഴുതുക. പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഈസിക്കൽ ഇക്വേഷൻ എഴുതുക. ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞ് എഴുതുക. ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ വർക്കിംഗ് അവേഴ്സ് നമ്മളിവിടെ ടോട്ടൽ ഓവർ ഹെഡ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. ടോട്ടൽ ഓവർ ഹെഡ്സ് എയുടെ 9500 ആണ്. 9500 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നത് 9.5 ആണ്. ഇതിനടുത്ത് ബിയുടെ ടോട്ടൽ ഓവർ ഹെഡ്സ് വന്ന 15000 ആണ്. 15000 ഡിവൈഡ് ബൈ വർക്കിംഗ് അവേഴ്സ് 2500 ആണ്. 15000 ഡിവൈഡ് ബൈ 2500 എന്ന് പറയുന്നത് ₹6 ആണ്. ദെൻ സിയുടെ 7000 ആണ് ടോട്ടൽ ഓവർ ഹെഡ്സ്. 7000 ഡിവൈഡ് ബൈ വർക്കിംഗ് അവേഴ്സ് 1400 ആണ്. 7000 ഡിവൈഡ് ബൈ 1400 എന്ന് പറയുന്നത് 5 ആണ്. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടം വരെയാണ് പറയുവാണെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ ചെയ്യുന്ന ഈ ടോട്ടൽ വരെ ചെയ്യുന്നുള്ളൂ. ഈ പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറി എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നതാണ്. അത് ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലാണ് തരുന്നത്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് വേണം എഴുതാൻ. നമുക്കൊരു കറക്റ്റായിട്ട് ഇന്നത് വരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ മോഡൽസ് പഠിക്കുക. ഇവിടം വരെയുള്ള ശരിക്കും ഒരുപോലെ തന്നെയാണ്. അതിന് ശേഷം എന്താണ് വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് റിക്കവറിയാണ് വന്നിരിക്കുന്നത്. അത് ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ വർക്കിംഗ് അവേഴ്സ് ആണ് അതിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ ഈ രീതി നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ബുക്കിലേക്ക് ഈ പ്രോബ്ലം എഴുതുക, പഠിക്കുക. ഓക്കെ.